രാവിലെ തന്നെ ചേട്ടന്മാരെ വകയൊരു പ്ലാൻ. ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്നായാലോ, കേൾക്കേണ്ട താമസം ഡബിൾ ഓക്കെ. ഉച്ച ആയപ്പോഴേക്കും ചേട്ടന്മാരെ നമ്മളൊക്കെ റെഡി ആയിട്ട് ഇറങ്ങി. ഈ ടാറ്റ കാണുമ്പോൾ വിചാരിക്കും ഇവർ വേറെ എവിടെ പോകണമെന്ന്. അല്ല, നമ്മളെല്ലാവരും ഒരിടത്താണ് പോകുന്നത്. എന്നാലും ടാറ്റ മസ്റ്റാണ്. വണ്ടിയിൽ കയറി കുറച്ച് ഷോയൊക്കെ ആവാം. വേണമെങ്കിൽ എന്നെ കണ്ണ് കിട്ടാതിരിക്കുന്ന ഇതിനെയും കൂടെ ഒന്ന് കാണിക്കാം. എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്ന പ്ലാൻ അവസാനം എത്തിയത് കായലോര റെസ്റ്റോറൻറ്റിലായിരുന്നു. അങ്ങനെ നമ്മൾ കായലോര റെസ്റ്റോറൻറ്റിലെത്തി. ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ് ദാ ഈ കാണുന്നത്. സീ ഫുഡ് തന്നെയാണ് അവിടുത്തെ മെയിൻ ഐറ്റം. അങ്ങനെ അവിടുത്തെ തണുത്ത കാറ്റും കൊണ്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ചേട്ടൻ ക്യാമറയെ നോക്കി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനോടൊരു ചോറ് വന്നു, കറികൾ വിളമ്പുന്നതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ ചോദിച്ചു, നമ്മളെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഈ ചേച്ചി വിളമ്പുന്നതാണ് മെയിൻ ഐറ്റം, കക്കത്തോരൻ. അടാറ് സംഭവമായിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? കക്ക എങ്ങനെയുണ്ട്? കഴിച്ചു തുടങ്ങി. ഫുഡ് എങ്ങനെയുണ്ട്? അല്ലെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. കഴിച്ചു തീരുന്നുമ്പേ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പോകാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ചേട്ടൻ വിളമ്പുന്നതാണ് അവിടുത്തെ അടുത്ത മെയിൻ ഐറ്റം. ഫിഷ് ഐറ്റത്തിൽ നമ്മൾ ഓർഡർ ചെയ്തത് കൊഴുവ ഫ്രൈ, ആവോലി ഫ്രൈയും കൊഞ്ചു ഫ്രൈയും കരിമീൻ ഫ്രൈയും ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിച്ചതിന് ശേഷം കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കായലിൻ്റെ തീരത്ത് തന്നെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ആ കായലിൻ്റെ തീരത്ത് തണുത്ത കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോൾ എല്ലാവരും വീടെത്തിയപ്പോൾ അനിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒറ്റ കൈ കൊണ്ടൊക്കെ ഷോ കാണിക്കും, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ പക്ക ഷോ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.